ഈ ധ്വജാരോഹണ ചടങ്ങ് വളരെ പ്രൗഢഗംഭീരമായി ആഘോഷിക്കാനൊരുക്കുകയാണ് അയോധ്യ. പലപ്പോഴും അയോധ്യയുടെ പേരും പ്രശസ്തിയും ഒക്കെ ഇവിടെ ഇനി മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ നിന്നും നമുക്കറിയാം ആ പ്രാൺപ്രതിഷ്ഠ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ വന്ന് പോയിക്കൊണ്ടിരുന്നു. കേരളത്തിലും വലിയ പ്രശസ്തമാണ്, ഒത്തിരി മലയാളികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മളിവിടെ വളരെ ആദർശികമായി ഒരു മലയാളിയെ പരിചയപ്പെട്ടു. ഞങ്ങളിങ്ങനെ തിരക്കി നടക്കുകയായിരുന്നു, ആരെങ്കിലും മലയാളികളുണ്ടോ, നമുക്കൊന്ന് മലയാളം സംസാരിക്കാൻ കൊതി കൊണ്ടൊക്കെ. എവിടെയാ സ്ഥലം? പാലക്കാടാണ്. പാലക്കാട്. ഇങ്ങനെ അയോധ്യയിൽ ആദ്യമായിട്ടാണ് അയോധ്യ വരുന്നത്. അപ്പൊ കുറെ നാളായിട്ട് വരണമെന്ന ആഗ്രഹങ്ങൾ ഇപ്പോഴാണ് സാധിച്ചത്. പിന്നെ അമ്പലത്തിന്റെ പണിയും പൂർണ്ണമായില്ലായിരുന്നല്ലോ. നേരത്തെ ഇലക്ഷന് മുമ്പ് ഉദ്ഘാടനം ചെയ്തെങ്കിലും ശരിക്കും ഇപ്പോഴാണല്ലോ അമ്പലം അതിന്റെ ഒരു പൂർണ്ണമായ അവസ്ഥയിലെത്തും. അതോടുകൂടി വരാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇപ്പം മറ്റന്നാൾ മോഡിജി വരുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞേ പോകുള്ളൂ. മിക്കവാറും മറ്റന്നാളെ പോകുള്ളൂ. മോദിജിയെ ഒന്ന് കാണാനുള്ള ആഗ്രഹം നടക്കാം. പാലക്കാട് എവിടെയാ? പാലക്കാട് മണ്ണാർക്കാട് എന്ന് പറയും. മണ്ണാർക്കാട്. പാലക്കാട് ഒരുപാട് ക്ഷേത്രങ്ങളുടെ ഒക്കെ കൽപ്പാത്തി തേരാണ് ജസ്റ്റ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഒരുപാട് അമ്പലങ്ങളുള്ള സ്ഥലമാണ് പാലക്കാട് ജില്ല. ഒറ്റയ്ക്കല്ല അല്ലേ? ഭാര്യയുണ്ട് കൂടെ, സിസ്റ്ററും കൂടെ ഉണ്ട്. പക്ഷെ വെട്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. അവിടെ ചിരിക്കുന്നുണ്ട് വരുന്നില്ല. അപ്പോ എങ്ങനെയാ ഇവിടുത്തെ നമ്മുടെ ഒരു കേരളത്തിലും ഒരുപാട് അമ്പലങ്ങളുടെ സ്ഥലമാണല്ലോ. നമ്മുടെ ഒരു എന്താ ഒരു അറ്റ്മോസ്ഫിയറിൽ വ്യത്യാസം തോന്നിയത്? അല്ല, ഇവിടെ എന്താണെന്ന് വെച്ചാൽ ശരിക്കും രാമൻ ജനിച്ചൊരു സ്ഥലമാണല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു എന്താ പറയുക, ഒരു ഭക്തിപരമായിട്ടും ഒരു നൊസ്റ്റാൾജിയപരമായിട്ടും എല്ലാം കൊണ്ടും നമുക്കൊരു വൈകാരികമായിട്ട് ബന്ധമുള്ളൊരു സ്ഥലമാണല്ലോ അയോധ്യ. പിന്നെ പ്രത്യേകിച്ച് സരയൂ നദി അതിന്റെ തീരത്താണല്ലോ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അമ്പലമില്ലാതെ വേറെ എന്തൊക്കെയാ പരിപാടികൾ അയോധ്യയില്? ഇവിടെ മെയിനായിട്ട് അമ്പലം ഒക്കെ തന്നെയാണ് ഞങ്ങൾ. പിന്നെ സരയൂ നദി ഒന്ന് കാണണം. മെയിനായിട്ട് റിലീജിയസ് പർപ്പസ് ആണ് ഇപ്രാവശ്യം വന്നതിന്റെ പ്രധാന ഉദ്ദേശം. പിന്നെ നമുക്ക് ഇവിടെ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി അങ്ങ് പോകും. നമ്മുടെ മാർക്കറ്റിലേക്ക് ഒന്ന് കയറി എന്തായാലും ഇവിടം വരെ വന്നാലേ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് വരാൻ പറ്റില്ല. ഞങ്ങൾ 2 വർഷം മുമ്പ് വന്നപ്പോൾ കണ്ടൊരു നഗരമല്ല ഇത്. ഭയങ്കര വ്യത്യസ്ത, ഒരുപാട് ഹോട്ടൽസ്, ബാങ്കുകള്, ATMകള്, അങ്ങനെ വല്ലാതെ വളർന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളതാണ്. കാരണം അയോധ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പഴയ ഒരു ഉത്തർപ്രദേശിലെ ഒരു പിക്ചർ, ഒരു വൃത്തിയില്ലാത്ത നഗരങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഉള്ളൊരു കൺസെപ്റ്റ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി. ഞങ്ങൾ ഹൈദരാബാദ് വഴി വന്നത്. ഹൈദരാബാദ് ഇടയ്ക്ക് പോകാറുണ്ട്. എൻ്റെ കസിൻസൊക്കെ അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഒരു ചെറിയൊരു മിനി ഹൈദരാബാദിന്റെ ലുക്ക് പോലെ ആക്കി. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആളുകൾ നമ്മുടെ അവിടെയുള്ള പലരും പറയാറുണ്ട് UP ഒത്തിരി മാറിയെന്ന് പറഞ്ഞെങ്കിലും ഇന്നിപ്പോൾ നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പോലും മാറിപ്പോയി. അതാണ് എന്റെ ഏറ്റവും രസം. ഈ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ വന്നോ പാലക്കാട് നിന്ന്? ഇവിടെ വന്നവർ വല്ലതും അനുഭവങ്ങൾ പങ്കുവെച്ചോ? അനുഭവങ്ങൾ പറഞ്ഞു, നല്ല അനുഭവങ്ങളാണ് പറഞ്ഞിരുന്നത്. അവർ തന്നെയാണ് പറഞ്ഞത് UP നമ്മൾ പ്രതീക്ഷിക്കുന്ന പഴയ UP അല്ല, എല്ലാ രീതിയിലും മാറി. നമുക്ക് കെട്ടിടങ്ങൾ ആർക്കും പണിയാം, പക്ഷെ ഇവിടെ ആളുകളുടെ പോലും ആ രീതികളും മറ്റൊരു കൾച്ചറെ മാറിപ്പോയി. നമ്മുടെ ആ ഒരു 20 വർഷം മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു കൺസെപ്റ്റ് ഇല്ല, അതൊക്കെ മാറി. നല്ലൊരു ഡെവലപ്മെന്റാണ് എന്തായാലും. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ അല്ലെ? നമുക്ക് ഇനിയും കാണാം. 2 ദിവസം ഉണ്ടല്ലോ അല്ലെ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് മലയാളികൾ, അതിപ്പോ ആദ്യത്തെ മലയാളിയാണ്. ഇന്ന് നമുക്ക് ഒരുപാട് മലയാളികളെ കാണണം, അവരുടെ സന്തോഷങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കണം. ജയ് ശ്രീറാം.